Hi all, it's me Mosina. Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വർക്കൗട്ടിൽ വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചും അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ്. മിസ്റ്റേക്ക് നമ്പർ 1, സ്കിപ്പിംഗ് ദ വാം അപ്പ്. ശരിയായ വാമപ്പ് കൂടാതെ വർക്കൗട്ടിലേക്ക് കടക്കുന്നത് തീർച്ചയായും പരിക്കുകൾ ഉണ്ടാക്കും. അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ റിപ്പോർട്ട് പ്രകാരം 5 to 10 മിനിറ്റ്സ് വാമപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കുകയും പേശികളെ മസിൽ ബിൽഡ് ചെയ്യുന്നതിന് സഹായിക്കുകയും അതോടൊപ്പം പരിക്കുകൾ കൂടാതെ നല്ല രീതിയിൽ വർക്കൗട്ടുകൾ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. എപ്പോഴും വാമപ്പുകൾ ലൈറ്റ് കാർഡിയോ അല്ലെങ്കിൽ ഡൈനാമിക് സ്ട്രെച്ചിലൂടെ ആരംഭിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് വാമപ്പ് രീതികൾ ഉപയോഗിക്കുക. നമുക്ക് കുറച്ച് വാമപ്പ് എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോമാണ് വർക്കൗട്ടിന്റെ എല്ലാം. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഫോം കറക്റ്റ് അല്ല എങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് പരിക്കുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫലപ്രാപ്തി കുറക്കുകയും ചെയ്യും. ജിമ്മിലെ പരിക്കുകളിൽ 70% മോശം ഫോം മൂലമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഓരോ വർക്കൗട്ടിനെ കുറിച്ചും ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോമിൽ ഒരു പ്രധാന ഘടകമാണ് പ്രോപ്പർ വെയിറ്റ്. അതും കൂടെ ശ്രദ്ധിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ മിററിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനറുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഫോം ശരിയാവാൻ ഇത് രണ്ടും മുഖ്യ ഘടകം. നോട്ട് ലിഫ്റ്റിംഗ് ഇനഫ് വെയിറ്റ്, അതായത് ശരിയായ ഭാരം ഉയർത്താത്തത് നമ്മുടെ ഫോം നഷ്ടപ്പെടുത്താൻ കാരണമാകും. നമ്മൾ എന്നും കുറഞ്ഞ വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ദിവസം കൂടുന്തോറും നമ്മൾ വെയിറ്റ് കൂട്ടി വർക്കൗട്ട് ചെയ്യുന്നത് മസിൽസിനെ ചലഞ്ച് ചെയ്യാൻ സഹായിക്കും. അവസാനത്തെ കുറച്ച് റെപ്സുകൾ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള വെയിറ്റുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക. ട്രെയിനേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ സൂപ്പർ സെറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 4, ഓവർ ട്രെയിനിങ്. കൂടുതൽ വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ല. അതുപോലെ വിശ്രമമില്ലാതെ ശരീരം തളരുന്ന രീതിയിൽ ഓവർ ട്രെയിനിങ് ചെയ്യുന്നതും നല്ലതല്ല. അമിത പരിശീലനം നമ്മുടെ പെർഫോമൻസ് ലെവലും മെന്റൽ സ്ട്രെങ്ത്തും കുറയ്ക്കാൻ കാരണമാകും. പ്രോഗ്രസ് എന്നത് കൂടുതൽ വെയിറ്റ് ഉയർത്തുക എന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തെ റിക്കവർ ചെയ്യുക എന്നുള്ളത് കൂടെയാണ് അതിന്റെ ലക്ഷ്യം. ദ ബോഡി അച്ചീവ്സ് വാട്ട് ദ മൈൻഡ് ബിലീവ്സ്. മിസ്റ്റേക്ക് നമ്പർ 5, ഇഗ്നോർ യുവർ ന്യൂട്രീഷൻ. വ്യായാമത്തിനു ശേഷം ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഫിറ്റ്നസിന്റെ നല്ലൊരു പങ്കും ന്യൂട്രീഷൻ ആണ്. സോ ന്യൂട്രീഷനിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. വർക്കൗട്ടിനുള്ള ഇന്ധനമാണ് ന്യൂട്രീഷൻ. അതുപോലെ തന്നെ 25% വരെ മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നതും ന്യൂട്രീഷനാണ്. ശരിയായ അളവിൽ കാർബ്, പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ് തുടങ്ങിയ ആഹാരങ്ങൾ ദിനേന കഴിക്കുക. നിങ്ങളുടെ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി ആശ്രയിച്ച് 1 കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം 1.6 മുതൽ 2.2 വരെ പ്രോട്ടീൻ കഴിക്കേണ്ടതാണ്. മിസ്റ്റേക്ക് നമ്പർ 6, നോട്ട് എംപ്റ്റിങ് യുവർ കപ്പ്. അതായത് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്ന ആളുകളായിരിക്കാം, വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. എല്ലാ വർക്കൗട്ടുകളും അറിയാം, നല്ല കോൺഫിഡന്റ് ആയിരിക്കാം. പക്ഷേ എപ്പോഴും ഒരു ട്രെയിനറുടെ മുമ്പിൽ നമ്മൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് എല്ലാം
എല്ലാം അറിയാം എന്നൊരു ധാരണ എപ്പോഴും മാറ്റിവെക്കുക. നമ്മൾ സമയം അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. മിസ്റ്റേക്ക് നമ്പർ 7, വർക്കൗട്ട് വിത്തൗട്ട് ഗൈഡൻസ്. ഓർക്കുക, മാർഗനിർദ്ദേശങ്ങളില്ലാതെ വർക്കൗട്ട് ചെയ്യുന്നത് തുഴയില്ലാത്ത തോണി പോലെയാണ്. ലക്ഷ്യത്തിലെത്താൻ സമയമെടുക്കും, എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുകയുമില്ല. അത് മാത്രമല്ല, ഗൈഡൻസ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് പരിക്കുകൾ ഉണ്ടാകാൻ കാരണമാകും. മൈക്കൽ ഫെൽപ്സിന് ബോബ് ബോമാൻ ഉണ്ടായിരുന്നത് പോലെ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങളെ നയിക്കാൻ നിർബന്ധമായിട്ടും ഒരാൾ ഉണ്ടായിരിക്കും. സ്കിപ്പിംഗ് ലെഗ് വർക്കൗട്ട്. നിങ്ങൾ ലെഗ് വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യുന്ന ആളാണോ? ഒരു ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് പില്ലേഴ്സ് ആണ്. അതുപോലെ നമ്മുടെ ബോഡിയുടെ പില്ലേഴ്സ് ആണ് നമ്മുടെ ലെഗ്. പലരും ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓർക്കുക, ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള ഫിറ്റ്നസിനെ ബാധിക്കുന്ന ഘടകമാണ്. ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് വരുന്ന ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. വർക്കൗട്ടിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ ഹൈഡ്രേഷൻ, നമ്മുടെ ഗോൾസ് സ്കിപ്പ് ചെയ്യുക, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്കൊരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഓരോ ചെറിയ മെച്ചപ്പെടുത്തലുകളും ഫിറ്റ്നസിൽ പ്രധാനമാണ്. നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് പരിശീലിക്കാം, കരുത്തോടെ തുടരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.